ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിലാസിനി വന്ന് പറയുകയാണ്, അഖിലേച്ചി അവിടെ ഇല്ല. ഡിവൈഎസ്പി ചോദിക്കുന്നു, ഇല്ലെന്നോ? എവിടെ അഖിലാണ്ടേശ്വരി എന്ന് ശിവരാമകൃഷ്ണനോട് ചോദിക്കുകയാണ് ഡിവൈഎസ്പി. ശിവരാമകൃഷ്ണൻ പറയുന്നു, പറഞ്ഞത് കേട്ടില്ലേ, അഖില ഇവിടെ ഇല്ല. പറയുന്നത് കള്ളം, സെർച്ച് എന്ന് പറയുകയാണ്. അതിനുശേഷം അവർ എല്ലായിടത്തും അഖിലാണ്ടേശ്വരിയെ അന്വേഷിക്കുന്നു. ഡിവൈഎസ്പി പറയുകയാണ്, കുറെ കാലമായി പോലീസ് സേവനയെ കബളിപ്പിച്ച് വാഴുന്നു ഒരു തൃക്കൊമ്പത്തെ അഖിലാണ്ടേശ്വരി. എന്തായി എന്ന് ഡിവൈഎസ്പി മറ്റ് പോലീസുകാരോട് ചോദിക്കുമ്പോൾ ഇതിനകത്തൊന്നും ഇല്ല സാർ എന്ന് പറയുകയാണ്. അഖിലാണ്ടേശ്വരി എവിടെ ഒളിപ്പിച്ചു എന്ന് ശിവരാമകൃഷ്ണനോട് ചോദിക്കുകയാണ്. ശിവരാമകൃഷ്ണൻ പറയുന്നു, ഞാൻ എവിടെയും ഒളിപ്പിച്ചിട്ടില്ല. എനിക്കറിയില്ല. ഏത് നിലവറകളിൽ ഒളിപ്പിച്ചാലും ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അഖിലാണ്ടേശ്വരിയെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. ഇതെന്റെ വ്രതമാണ്. അതിനുശേഷം ഡിവൈഎസ്പിയും കൂട്ടുകാരും അവിടെ നിന്നും പോവുകയാണ്. ശിവരാമകൃഷ്ണൻ ദേഷ്യത്തോടെ വിലാസിനിയെ നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുബ്രുവിന്റെ വീടാണ്. സുബ്രു അവിടേക്ക് വരികയാണ്. ആനന്ദം എന്ന് വിളിക്കുന്നു. ആനന്ദ് വന്ന് ചോദിക്കുകയാണ്, എന്താ സുബ്രു, എന്തു പറ്റി? എടാ, അഖിലാന്റിയെ തിരക്കി പോലീസ് ചെന്നിരുന്നു എന്ന്. അന്നേരം കല്യാണിയും പുറത്തേക്ക് വരുന്നുണ്ട്. ആനന്ദ് പറയുകയാണ്, പരാതി കിട്ടിയാൽ അന്വേഷിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമല്ലേ? എന്നിട്ട് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ അറസ്റ്റ് ചെയ്തോ? സുബ്രു പറയുകയാണ്, ആ വീടും പരിസരവും പോലീസുകാർ അരിച്ചു പെറുകിയിട്ട് അഖിലാണ്ടേശ്വരിയെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അമ്മ എവിടെ പോയി എന്ന് ആനന്ദ് ചോദിക്കുകയാണ്. അറിയില്ല, ചിലപ്പോൾ പോലീസ് വരുന്നു എന്ന് പറഞ്ഞ് ഒളിവിൽ പോയതായിരിക്കും. അല്ലെങ്കിൽ അങ്കിൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചതായിരിക്കും. ആനന്ദ് പറയുകയാണ്, നോ, നെവർ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അങ്ങനെ ഒളിവിൽ പോകുമോ? ഒരിക്കലും ഇല്ല. ആനന്ദ്, പോലീസ് ആന്റിയെ തിരക്കി ചെന്നത് അറസ്റ്റ് വാറന്റോടുകൂടിയാണ്. കുറ്റകൃത്യം കൊലപാതകമാണ്. മാത്രമല്ല ആന്റിക്കെതിരെ വ്യക്തമായ തെളിവുകളും ഉണ്ടല്ലോ. ആ സ്ഥിതിക്ക് എന്ന് സുബ്രു പറയുമ്പോൾ ആനന്ദ് ചോദിക്കുകയാണ്, അരവിന്ദ് അവിടെ ഇല്ലായിരുന്നോ? ഇല്ല, അരവിന്ദ് പുറത്തെവിടെ പോയിരിക്കുകയായിരുന്നു. ആനന്ദ് പറയുകയാണ്, എങ്കിൽ ഇത് അവനും കൂടി ചേർന്ന് തയ്യാറാക്കിയ പ്ലാനായിരിക്കും. കല്യാണി കേസ് കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞത് അവനാണല്ലോ. അവൻ അമ്മയെ മാറ്റിയതായിരിക്കും. അവൻ പറഞ്ഞിട്ട് പോയതുപോലെ അണ്ണാറക്കണ്ണനും തന്നാലായത്. അന്നേരം കല്യാണി പറയുകയാണ്, വലിയ കുഞ്ഞെ, എന്തായാലും ഇനി ഒട്ടും സംശയിക്കേണ്ട. കാര്യങ്ങൾ ഇങ്ങനെയായ സ്ഥിതിക്ക് അച്ഛന്റെ മരണത്തിന് പിന്നിൽ അഖില മേഡം തന്നെയാണ്. അതിനി യാതൊരു തർക്കവും ഇല്ല. അതുകൊണ്ടല്ലേ പോലീസ് വരുന്ന സമയം നോക്കി അവിടെ നിന്നും മാറിയത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒളിച്ചോടുന്ന ആളല്ല ഞാൻ മനസ്സിലാക്കിയ അഖില മേഡം. കല്യാണി പറയുന്നത് ശരിയാണ് സുബ്രു. പോലീസിന്റെ തലപ്പത്തുള്ളവർ തന്നെ അമ്മയ്ക്ക് മെസ്സേജ് കൊടുത്തു കാണും. അമ്മയുടെയും അച്ഛന്റെയും ഔദ്യോഗിക ബന്ധങ്ങൾ എന്താണെന്ന് നിനക്കറിയില്ലേ സുബ്രു? അതൊന്നും എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ല. എനിക്കറിയാം എന്ന് സുബ്രു പറയുകയാണ്. വീണ്ടും സുബ്രു പറയുകയാണ്, പിന്നെ ഒരു പ്രധാന കാര്യം, ഈ കേസിന്റെ അന്വേഷണ ചുമതല ആർക്കാണെന്ന് അറിയാമോ നിനക്ക്? ആ പഴയ ഡിവൈഎസ്പി രാജശേഖരൻ തമ്പിക്ക്. മനസ്സിലായില്ലേ? അഖിലാന്റി ഒരു പ്രാവശ്യം സസ്പെൻഷൻ വാങ്ങിക്കൊടുത്ത അഖിലാന്റിയുടെ ബദ്ധശത്രു. നിന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ടും കള്ളനോട്ട് കേസുണ്ടാക്കി അരവിന്ദിനെ കൊടുക്കാനായി വന്ന ഡിവൈഎസ്പി ഇല്ലേ? അപ്പോൾ ആനന്ദ് പറയുകയാണ്, ഓ, രാജശേഖരൻ തമ്പി, മനസ്സിലായി. സുബ്രു പറയുകയാണ്, അയാളാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ. ഈ കേസ് അയാള് ചോദിച്ചു വാങ്ങിയതാവാനാണ് സാധ്യത. ആനന്ദ് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ പഴയ വൈരാഗ്യവും വെച്ച് അയാൾ കരുതിക്കൂട്ടി തന്നെ കണക്കുകൾ തീർക്കും. ഈ കേസിൽ നിന്ന് അമ്മ അങ്ങനെ തലയൂരി പോകാമെന്ന് കരുതുകയും വേണ്ട. കല്യാണി പറയുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ അച്ഛനെ കൊന്നവർ ശിക്ഷ അനുഭവിക്കണം. അതിനി ആരായാലും. എങ്കിലേ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. സുബ്രു പറയുകയാണ്, ആനന്ദ്, ഈ കേസിൽ വ്യക്തമായി അഖിലാന്റിക്ക് പങ്കുണ്ട്. എന്റെ ഒരു ഊഹമാണ്. അഖിലാന്റി ഒറ്റയ്ക്ക് കാർ എടുപ്പിച്ച് ദാസേട്ടനെ കൊന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അഖിലാന്റിയുടെ പ്രേരണയിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. കുറ്റകൃത്യം ചെയ്യുന്നത് പോലെ തന്നെ കുറ്റകരമാണ് അതിനെ പ്രേരിപ്പിക്കുന്നതും. ആനന്ദ് പറയുകയാണ്, കൂടപ്പുറപ്പെന്നും പറഞ്ഞ് ഒരു കാലഘട്ടം മുഴുവൻ കൂടെ നിർത്തിയ ആളിനെയാണ് കുരുതി കൊടുത്തത്. സുബ്രു പറയുകയാണ്, അതിന്റെ കാരണം കുറെ മനഃശാസ്ത്രമാണ്. തന്റെ അംഗീകാരം ഇല്ലാതെ പ്രണയിച്ച് കല്യാണം കഴിച്ച മകനെ അഖിലാന്റി മനസ്സിൽ നിന്നും വീട്ടിൽ നിന്നും പടികടത്തി വിട്ടു. അതുപോലെ ദാസേട്ടൻ കല്യാണിയെയും ഉപേക്ഷിക്കുമെന്നും അതുപോലെ ദാസേട്ടൻ തിരികെ വരുമ്പോൾ ആ ഔട്ട് ഹൗസിൽ നിന്ന് നിങ്ങളെ രണ്ടുപേരെയും ഇറക്കിവിടാം എന്നൊക്കെ അഖിലാന്റി വിശ്വസിച്ചു. അതിനായിരിക്കണം അഖിലാന്റി ദാസേട്ടനെ തൃച്ചംബരത്തെ ചീഫ് ഗസ്റ്റായി താമസിപ്പിച്ചതും മക്കളെ കാണുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചതും. അഖിലാന്റിയുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ദാസേട്ടൻ നിങ്ങളോടൊപ്പം ചേർന്നു. അത് അഖിലാന്റിക്ക് സഹിച്ചില്ല. കല്യാണി പറയുകയാണ്, സുബ്രുവേട്ടൻ പറഞ്ഞത് ശരിയാണ് വലിയ കുഞ്ഞെ. അതല്ലാതെ മറ്റൊരു കുറ്റവും എന്റെ അച്ഛനിൽ ഇല്ല. ആ പക തീർത്തതാണ്. എല്ലാവരെയും സ്നേഹിച്ച വെറുമൊരു പാവമായിരുന്നു എന്റെ അച്ഛൻ. ആ അച്ഛനെ തെരുവിലിട്ട് കൊലപ്പെടുത്തിയവരോട് ദൈവം കണക്ക് ചോദിക്കാതെ ഇരിക്കുമോ? സത്യത്തിനും നീതിക്കും നമ്മുടെ നിയമപുസ്തകത്തിൽ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടിരിക്കും. അതുറപ്പാ. അത്രയും പറഞ്ഞ് കല്യാണി അവിടെ നിന്നും പോവുകയാണ്. അന്നേരം സുബ്രു പറയുകയാണ്, അയ്യോ എടാ, ഞാൻ ഓഫീസിൽ നിന്നും ഓടി വന്നതാണ്.
കുറച്ച് തിരക്കുണ്ട്, വൈകിട്ട് കാണാം. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരമാണ്. അവിടെ നന്ദന വിലാസിനി പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അഖിലാന്റി രാത്രി കാറിൽ വന്നതും വിലാസിനിയോട് അങ്ങനെ പറഞ്ഞതുമൊക്കെ ആലോചിക്കുകയാണ് നന്ദന. അന്നേരം അവിടേക്ക് അരവിന്ദ് വരികയാണ്. എന്താ നന്ദന, എന്തു പറ്റിയെന്ന് അരവിന്ദ് ചോദിക്കുകയാണ്. നീ എന്താ പേടിച്ചു നിൽക്കുന്നത് പോലെ? ഇവിടെ പോലീസ് വന്നു അരവിന്ദ്. നമ്മളോട് വൈരാഗ്യമുള്ള ആ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഒരു സംഘം പോലീസുകാർ ഇങ്ങോട്ട് ഇരച്ചു കയറിയത്. അരവിന്ദ് പറയുകയാണ്, ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. എന്നിട്ട് അമ്മ എവിടെ? പോലീസ് ഇതിനകം മുഴുവൻ സെർച്ച് ചെയ്തു. അതിനു മുമ്പ് അഖിലാന്റി എങ്ങോട്ടോ മാറിക്കളഞ്ഞു. പോലീസുകാർക്ക് കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല. അല്ല, അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നോ? ആന്റി ഒഴികെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ആ വിലാസിനി ആന്റി ആണെങ്കിൽ അവസരം മുതലെടുത്തു. അമ്മയ്ക്കെതിരെ അവർ സാക്ഷിമൊഴി കൊടുക്കുകയും ചെയ്തു. സാക്ഷിമൊഴിയോ എന്ന് അരവിന്ദ് ചോദിക്കുകയാണ്. അല്ല, അവരും ഉണ്ടായിരുന്നോ അമ്മയുടെ കൂടെ? അപ്പോൾ നന്ദന പറയുകയാണ്, അങ്ങനെയല്ല. ദാസേട്ടൻ മരിച്ച ദിവസം ആന്റി രാത്രി കാർ ഓടിച്ച് തൃച്ചംബരത്ത് വന്നില്ലേ? അതും വിലാസിനി ആന്റിയോട് നീ ഒന്നും കണ്ടില്ല, നീ ഒന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞത്. അരവിന്ദ് പറയുകയാണ്, അവരെങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അന്നേരം അവിടേക്ക് ശിവരാമകൃഷ്ണൻ വരികയാണ്. അരവിന്ദ്, വിവരങ്ങളെല്ലാം നീ അറിഞ്ഞില്ലേ? അമ്മ എവിടെ പോയി അച്ഛാ? എനിക്കറിയില്ല മോനെ. എന്നോടൊന്നും പറയാതെയാണ് അമ്മ എങ്ങോട്ടോ പോയിരിക്കുന്നത്. ഞാൻ വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നന്ദന പറയുകയാണ്, അങ്കിൾ അറിയാതെ ആന്റി ഒരിടത്തേക്കും ചലിക്കില്ല, അതെനിക്കുറപ്പാണ്. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ഞാൻ അസത്യം പറയുന്നവനല്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അഖില എവിടെ പോയെന്ന് എനിക്കറിയില്ല. നന്ദന പറയുകയാണ്, അങ്കിളിന്റേതായ ഒരു കാര്യത്തിലും കള്ളം പറയില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഈയിടെയായി അഖിലാന്റിയെ ന്യായീകരിക്കാൻ വേണ്ടി അങ്കിള് പല കള്ളങ്ങളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നന്ദന, നിങ്ങൾ രണ്ടുപേരും എന്നെ അവിശ്വസിക്കുകയാണോ? നന്ദന പറയുകയാണ്, ശിവരാമകൃഷ്ണൻ എന്ന വലിയ മനുഷ്യന്റെ പേരിൽ അഭിമാനം കൊണ്ടിട്ടുണ്ട് ഞാൻ. എന്നും ആദരവോടെ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന വലിയൊരു ചിത്രമാണ്. പക്ഷേ ആ ചിത്രത്തിന് മങ്ങലേറ്റു തുടങ്ങി. ആദരവ് കുറയുകയും ചെയ്തു. നന്ദന എന്ന് വിളിക്കുമ്പോൾ നന്ദന പറയുകയാണ്, എന്തുകൊണ്ട് ഈ ധാരണകളൊക്കെ ഇങ്ങനെ മാറുന്നുവെന്ന് അങ്കിളിന് തന്നെ വ്യക്തമായിട്ട് അറിയാം. അന്നേരം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അരവിന്ദ്. നന്ദന പറയുകയാണ്, പല ധർമ്മസങ്കടങ്ങളും ഉള്ളിലൊളിപ്പിച്ച് മനോഹരമായ ഒരു മുഖമൂടിയും വെച്ചാണ് അങ്കിൾ ഇപ്പോൾ ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ ധാരണ തെറ്റാണെന്ന് അങ്കിള് പറയും. പക്ഷേ ആ ധാരണ ശരിയാണെന്ന് ഞാനൊരു 100 വട്ടം തിരുത്തി പറയും. അത്രയും പറഞ്ഞ ശേഷം നന്ദന അവിടെ നിന്നും പോവുകയാണ്. ശിവരാമകൃഷ്ണൻ അരവിന്ദിനോട് ചോദിക്കുകയാണ്, അരവിന്ദ്, നീ എന്താ നന്ദന പറയുന്നതിന് മറുപടി പറയാതെ നിൽക്കുന്നത്? അവൾ പറഞ്ഞത് സത്യമായതുകൊണ്ട്. മോനെ എന്ന് വിളിക്കുകയാണ് ശിവരാമകൃഷ്ണൻ. അച്ഛന്റെ വാക്കുകൾ കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഇപ്പോൾ എനിക്ക് പ്രയാസമുണ്ട് അച്ഛാ. അരവിന്ദ് എന്ന് വിളിച്ച് ശിവരാമകൃഷ്ണൻ അരവിന്ദിനെ പിടിക്കുമ്പോൾ കൈ തട്ടിമാറ്റുകയാണ് അരവിന്ദ്. വീണ്ടും അരവിന്ദ് പറയുകയാണ്, തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ ദൈവത്തേക്കാൾ വലിയ സ്ഥാനം ആയിരുന്നു. ആരെയെങ്കിലും പുതിയതായിട്ട് പരിചയപ്പെടാൻ വന്നാൽ ഞാൻ അവരോട് പറയുന്നത് ഞാൻ തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണന്റെ 2ാമത്തെ മകൻ അരവിന്ദകൃഷ്ണൻ എന്നാണ്. ആരുടെ മുൻപിലും ഞാൻ ആവശ്യത്തിലേറെ പ്രാവശ്യം ഉപയോഗിക്കുന്ന പേരാണ് എന്റെ അച്ഛന്റേത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നീ ഒന്ന് വിശദീകരിക്കുക. അരവിന്ദ് പറയുകയാണ്, കൊലക്കുറ്റം തെറ്റാണെങ്കിൽ എന്റെ മുൻപിൽ നിൽക്കുന്ന ശിവരാമകൃഷ്ണൻ ഒരു കൊലയാളിയാണ്. അന്നേരം പെട്ടെന്ന് പുറകോട്ട് മാറുകയാണ് ശിവരാമകൃഷ്ണൻ. അരവിന്ദ്, നീ എന്തൊക്കെ അപവാദങ്ങളാണ് ഈ പറയുന്നത്? വന്ന് ഇപ്പോൾ ദാസിനെ കൊന്നത് ഞാനാണെന്ന് പറയാൻ തുടങ്ങിയോ? ദാസേട്ടനെ കൊന്നത് അച്ഛനാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കൊന്നത് ആരെയാണെന്ന് അച്ഛനറിയാം. അതിന്റെ പ്രതി ഇപ്പോൾ ഒളിവിലാണല്ലോ. ദാസേട്ടന്റെ കൊലയാളി ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കേസിലുണ്ട്. അതൊരു പ്രേരണാകുറ്റം ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കൊല നടത്തിയത് അച്ഛനാണ്, അച്ഛൻ തന്നെയാണ്. അരവിന്ദ് എന്ന് വിളിക്കുകയാണ് ശിവരാമകൃഷ്ണൻ. തൃച്ചംബരത്തേക്ക് ജനിക്കാൻ ഒരുങ്ങിയിരുന്ന തൃച്ചംബരത്തിന്റെ അനന്തരാവകാശിയെ, ആ ചോര കുഞ്ഞിനെ അതിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല്ലാൻ എന്റെ അച്ഛൻ എങ്ങനെ മനസ്സ് വന്നു? അന്നേരം ശിവരാമകൃഷ്ണൻ ഒന്ന് പരിഭ്രമിക്കുകയാണ്. ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, അരവിന്ദ്, നീ എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അരവിന്ദ് പറയുകയാണ്, കല്യാണിയുടെ ഉദരത്തിൽ ജനിച്ച തൃച്ചംബരത്തെ മൂത്ത മകന്റെ കുഞ്ഞിനെ അതിന്റെ അപ്പൂപ്പൻ തന്നെ കൊന്നു. തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ എന്ന് ഉറക്കെ പറയുകയാണ് അരവിന്ദ്. അന്നേരം അരവിന്ദിനെ ആഞ്ഞടിക്കുകയാണ് ശിവരാമകൃഷ്ണൻ. എന്നിട്ട് പറയുകയാണ്, ഇനി നീ ഒരക്ഷരം മിണ്ടരുത്. നിനക്കെന്താ സ്വബോധം ഇല്ലാതായോ? ആരുടെ മുഖത്ത് നോക്കിയാണ് നീ സംസാരിക്കുന്നതെന്ന് മറന്നുപോയോ എന്ന് ഇടറി പറയുകയാണ് ശിവരാമകൃഷ്ണൻ. വാട്ട് ദ ഹെൽ ഡു യു തിങ്ക് ഓഫ് മീ? ഐ ആം എ കില്ലർ എന്നുറക്കെ ചോദിക്കുകയാണ് ശിവരാമകൃഷ്ണൻ. സ്വബോധത്തോടെ തന്നെയാണ് അച്ഛൻ ഞാൻ പറയുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു അച്ഛൻ കാരണക്കാരൻ മാത്രമാണെന്ന്. ഒരു ഗുളിക കഴിച്ചിട്ടാണ് കല്യാണിക്ക് അബോർഷൻ ആയത്. ആ ഗുളിക കല്യാണിക്ക് കൊടുത്തത് അച്ഛനാണ്. അന്നേരം ശിവരാമകൃഷ്ണൻ തളർന്ന് കസേരയിൽ ഇരിക്കുകയാണ്. എന്താ സത്യമല്ലേ എന്ന് അരവിന്ദ് ചോദിക്കുകയാണ്. എന്താ അല്ലേ അച്ഛാ? അന്നേരം രാജേശ്വരി ശിവരാമകൃഷ്ണന് ഗുളിക കൊടുത്തതും കല്യാണിക്ക് അത് കൊടുത്തതുമൊക്കെ ശിവരാമകൃഷ്ണൻ ആലോചിക്കുകയാണ്.
പെട്ടെന്ന് ചാടി എണീറ്റ് ശിവരാമകൃഷ്ണൻ പറയാണ്, മോനെ അരവിന്ദ്, ആ ഗുളിക കല്യാണിക്ക് കൊടുക്കാൻ ഡോക്ടർ തന്നതാണെന്നും പറഞ്ഞ് അഖിലയാണ് എന്നെ ഏൽപ്പിച്ചത്. കൊടുത്തത് അച്ഛനല്ലേ? അപ്പോ എന്റെ അച്ഛൻ തന്നെയാണ് കൊലയാളി. ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് എന്നൊക്കെ ശിവരാമകൃഷ്ണൻ പറയുകയാണ്. സത്യമെന്ന് അരവിന്ദ് പറയുകയാണ്. വാരിയെടുത്ത് മാറോട് ചേർക്കാനും ആ പിഞ്ചു കവിളിൽ ഒരു 100 മുത്തം കൊടുക്കാനും ചെയ്യേണ്ടിയിരുന്ന ഈ അപ്പൂപ്പൻ ഞാൻ തന്നെ എന്ന് ശിവരാമകൃഷ്ണൻ പറഞ്ഞു നിർത്തുമ്പോൾ അരവിന്ദ് പറയുകയാണ്, കൊന്നു. അരവിന്ദ് പറയുകയാണ്, കുലമഹിമയും പാരമ്പര്യവും വിളിച്ചു പറയുന്ന തൃച്ചംബരത്തെ മാടമ്പിക്കാരുടെ പിന്മുറക്കാരനായ ആനന്ദകൃഷ്ണനെ ഒരു മഹിമയും അവകാശപ്പെടാനില്ലാത്ത വെറും ഒരു അടുക്കളക്കാരിയിൽ കുഞ്ഞുങ്ങൾ പിറക്കാൻ പാടില്ല. അതായിരുന്നു തീരുമാനം. ആ തീരുമാനം അമ്മയും അച്ഛനും കൂടി അങ്ങ് നടപ്പാക്കി. സ്വന്തം പേരക്കുട്ടിയെ കൊന്നു. അച്ഛനെ പോലെ ഒരു മനുഷ്യന് ഇനി ജീവിതത്തിൽ മനസമാധാനം കിട്ടില്ല. എന്തിനാ അച്ഛൻ എന്നെ അടിച്ചത്? എന്നെ അങ്ങ് കൊല്ലാമായിരുന്നില്ലേ എന്ന് അരവിന്ദ് ചോദിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് അരവിന്ദ് അകത്തേക്ക് പോവുകയാണ്. തളർന്ന് കസേരയിലിരുന്ന ശിവരാമകൃഷ്ണൻ അന്ന് കല്യാണിയെ ഡോക്ടർ മെർലിൻ പരിശോധിക്കാൻ വന്നപ്പോൾ മുറ്റത്ത് നിർത്തി രാജേശ്വരി മെർലിനോട് സംസാരിച്ചതൊക്കെ ആലോചിക്കുകയാണ്. അതിനുശേഷം കരഞ്ഞുകൊണ്ട് ശിവരാമകൃഷ്ണൻ വിതുമ്പുകയാണ്, ദൈവമേ, ഒരു പുൽക്കൊടിയെ പോലും നോവിക്കാത്ത ഞാൻ ഒരു മഹാപാപം ചെയ്തു പോയല്ലോ. ഇതെങ്ങനെ ഞാൻ സഹിക്കും? ഇനി എങ്ങനെ ഞാൻ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ശിവരാമകൃഷ്ണൻ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക്